Hi guys, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ മൊബൈൽ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ റൈഡർ കേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ആദ്യം നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. ഇതിലാണ് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നമുക്ക് വിൻഡോ കിട്ടും. ഇതിൽ 3 സൈസ് ഉണ്ട്: 16:9, 9:16, 1:1. അപ്പോൾ ഇതിൽ നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 16:9 സൈസിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മീഡിയയിൽ നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചാൽ പിക്ചറിൽ വേണമെങ്കിൽ നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയയിൽ പോയിട്ട് അതിൽ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പിക്ചറിലായതുകൊണ്ട് നമ്മളിത് സേവ് ചെയ്ത് വെച്ച പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിലാണ് നമ്മുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് നമ്മളെ തംബ്നെയിലിന് വേണ്ട പിക്ചർ നമ്മൾ ആഡ് ചെയ്തു. ഈ ഒരു പിക്ചർ ഇപ്പോൾ വീഡിയോ മോഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തംബ്നെയിലാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഈ പിക്ചറിലേക്ക് നമുക്ക് വേണ്ട ക്യാപ്ഷൻ, നമ്മളെ തംബ്നെയിലിന് വേണ്ട ക്യാപ്ഷൻ നമ്മളിനി എൻ്റർ ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ലെയറിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പം ഏത് ടൈപ്പ് എന്താണോ നമ്മുടെ കണ്ടൻറ്റ് അതിനനുസരിച്ചുള്ള ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ലെയറിൽ പോവാം. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ള തംബ്നെയിലിൻ്റെ ടെക്സ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ്. ഇത് നമുക്ക് നമ്മുടെ തംബ്നെയിലിലെ പൊസിഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം കേട്ടോ. ഏത് ടൈപ്പ് ഫോണ്ടാണ് നമുക്ക് ഇതിന് ഒരു ആപ്റ്റായിട്ടുള്ള ഫോണ്ട് അതിലേക്ക് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളറ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് 2-3 കളർ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കുക. അത് ഏതാ പറ്റുന്നത് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ നമ്മൾ ഓൾറെഡി കളറൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ഷെയ്ഡ്, അതേപോലെ തന്നെ ഓപ്പോസിറ്റി, ഗ്ലോ, അതേപോലെ തന്നെ ഔട്ടർ ലൈന്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് പക്ക നമ്മളെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ പ്രോജക്റ്റ് ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതൊരു വീഡിയോ മോഡിലാണുള്ളത്. ഇതിനി തംബ്നെയിലാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ നമ്മളെ ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു വിൻഡോ എടുക്കുക. ബാക്ക് അടിച്ചിട്ട് ആ ഒരു വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ നമുക്ക് അവിടെ കിട്ടും. അത് നമ്മൾ പ്ലേ ചെയ്യുക. അത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പൊസിഷനിലാണോ നമ്മളെ തംബ്നെയിൽ നമുക്ക് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മൾ തംബ്നെയിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗോ പിറ്റ് പ്ലസ് എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് നമ്മൾ ഇവിടെയും ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂട്യൂബ് തംബ്നെയിലിനെ സൈസ് സെലക്ട് ചെയ്യും. അതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വെച്ച പിക്ചർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഇത് കറക്റ്റ് പ്രോപ്പർ സൈസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ തംബ്നെയിൽ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് തംബ്നെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ വളരെ
സിമ്പിളായിട്ട് നമുക്ക് ഒരു തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ഉള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ് ഗേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി, സൈനിങ് ഓഫ്.